എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിതമായ ചിന്ത എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിട്ടും ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഇറങ്ങിത്തിരിച്ച് അത് നേടിയെടുക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിയാണ് ഈ ഓവർ തിങ്കിങ് എന്നുള്ള പ്രോസസ്സ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ നമുക്ക് ഏൽപ്പിച്ച മുറിവുകളെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് ആവാം. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് ആ കാര്യം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചിരിക്കുന്ന ഓവർ തിങ്കിങ് ആവാം. അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു ശീലവുമാവാം. ഇവിടെ ഏതാണെങ്കിലും ഓവർ തിങ്കിങ് മാരകമായ ഒരു പ്രശ്നം തന്നെയാണ്. ഇതിനെ അതിജീവിച്ചേ മതിയാവൂ. കാരണം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം എപ്പോഴും അനാലിസിസ് പാരാലിസിസ് എന്നൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെ, തലച്ചോറ് ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്, ഒരു നിസ്സഹായ അവസ്ഥയായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. നമസ്കാരം, എൻ്റെ പേര് നവീൻ കുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ അതിജീവിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖലയിൽ ശക്തമായി കരുത്തമായി മുൻപോട്ട് പോകാം എന്നതിനെ കുറിച്ചാണ്. ശ്രദ്ധിച്ച് ഈ വീഡിയോ മുഴുവനും കേൾക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കൂടി തയ്യാറാവുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സീരിയസ് ആയി കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇന്നു മുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിൽ വരുത്താനായിട്ട് തയ്യാറാവണം. നമ്പർ 1, റെക്കഗ്നൈസ് ഓവർ തിങ്കിങ്. നമുക്ക് എന്ത് കാര്യത്തെ കൺട്രോൾ ചെയ്യണമെങ്കിലും എന്ത് കാര്യത്തെ മാനേജ് ചെയ്യണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് അക്നോളജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ഇപ്പൊ എന്റെ മുഖത്ത് ഇവിടെ എവിടെയെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അവിടെ അഴുക്കുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിച്ചാലേ അതിനെ തിരുത്താൻ കഴിയുള്ളൂ. അവിടെ അഴുക്കില്ല എന്ന് ഞാൻ വാദിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് തിരുത്താൻ കഴിയില്ല. അപ്പൊ എനിവേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് കൃത്യമായ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉള്ളിൽ തട്ടി ആഗ്രഹിച്ചിട്ട് എന്താണ് നിങ്ങളെ ബ്രേക്ക് ആയിട്ട്, എന്താണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്ന് കൃത്യമാക്കി മനസ്സിലാക്കണം. അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടിരിക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു പ്രശ്നത്തെ എടുത്ത് അവിടെ നിന്ന് മാറ്റിയിട്ട് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. സോ റെക്കഗ്നൈസ് ഓവർ തിങ്കിങ്. ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ എവിടെ ഓവർ തിങ്ക് ചെയ്യണേന്ന്? അതോ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ച് പോവുകയാണോ പല ചിന്തകളായിട്ട്? എവിടെയാണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായി ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്ത്, എവിടെയാണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത്? എവിടെയാണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്പർ 2, മൂവ് ഫ്രം അനാലിസിസ് ടു ആക്ഷൻ. ശരിയല്ലേ? ചിന്തിച്ചിരുന്നുകൊണ്ട് എന്താ നേട്ടമുള്ളത്? പ്രത്യേകിച്ച് നേട്ടമൊന്നും ലഭിക്കുന്നില്ല. ഇനി ഒരു കണ്ടുപിടുത്തം നടത്താൻ ഒരു സയന്റിഫിക് റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഗുഡ്, പെർഫെക്റ്റ്. അതല്ലാതെ വെറുതെ ചിന്തിച്ചിരുന്നുകൊണ്ട് നത്തിങ് വിൽ ചേഞ്ച്, ഒന്നും മാറില്ല. അതുകൊണ്ട് ഈ ചിന്ത നമ്മളെ നെഗറ്റിവേറ്റ് ചെയ്യുന്ന, നമ്മളെ പിറകോട്ട് വലിക്കുന്ന, നമ്മളെ പാരലൈസ്ഡ് ആക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ കൊണ്ടെത്തിക്കുന്ന ആ ഒരു ചിന്ത നമ്മൾ മാറ്റി, അല്ലെങ്കിൽ അതിനെ ആ അനാലിസിസ് പ്രോസസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവണം. എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാൻ തയ്യാറാവണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി ആയിക്കൊള്ളട്ടെ. ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ മുറിവിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അനലൈസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളൊന്ന് അടിച്ചു വാരിയാൽ മതി, അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോയാൽ മതി. ഡു എനിത്തിങ്, ഒരു ആക്ഷൻ എടുക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ തീർച്ചയായിട്ടും ഒരു മൈക്രോ ആക്ഷൻ, ചെറിയൊരു ആക്ഷനെങ്കിലും എടുക്കാൻ തയ്യാറാവണം. അതർവൈസ് യു വിൽ എൻഡ് അപ്പ് ഇൻ എ മെസ്. ജീവിതത്തിൽ ആകെ ബുദ്ധിമുട്ടായി പോകും മുൻപോട്ട് പോകാൻ. സോ അനാലിസിസ് നിർത്തുക, ആക്ഷനിലേക്ക് മാറുക. 3, യൂസ് 5 സെക്കൻഡ് റൂൾ. 5 സെക്കൻഡ് റൂളിനെ കുറിച്ച് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ 5, 4, 3, 2, 1 then do. പിന്നെ അങ്ങ് ചെയ്തേക്കുക. പിന്നെ അതിൽ കൂടുതൽ ചിന്തയും കാര്യങ്ങളൊന്നുമില്ല. തീരുമാനം എടുക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. പ്രശസ്തനായ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ച് വിജയിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തീരുമാനിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലേക്ക് വരാൻ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. തീരുമാനവും പ്രവർത്തനവും നമ്മളുടെ ഗ്യാപ്പ് കുറയും തോറും കൂടുതൽ വിജയിക്കാനുള്ള പ്രോബബിലിറ്റി കൂടി വരും. അതുകൊണ്ട് 5 സെക്കൻഡ് റൂള് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ തയ്യാറാവുക. 4, സ്റ്റോപ്പ് ചേസിങ് പെർഫെക്ഷൻ. പലരുടെയും പ്രശ്നമാണ്, അവർ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ സുഹൃത്തുക്കളെ, ഭയങ്കര സ്പീഡിലാണ് കാലം പോണത്. ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ
ആ സമയത്ത് വേറെ 100 പേര് ആ കാര്യം ചെയ്യും. പിന്നെ നിങ്ങൾ ചിന്തിച്ച ആ ഒരു ആശയം ചെയ്തിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സോ പെർഫെക്ഷന് വേണ്ടി നിൽക്കാതെ എന്താണോ ഇപ്പൊ കയ്യിലുള്ളത്, എന്ത് സാഹചര്യത്തിലാണോ ഉള്ളത്, എന്ത് രീതിയിലാണോ നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്, ലെറ്റ് ഇറ്റ് ബി, അതെന്തോ ആട്ടെ. പക്ഷേ ആ കാര്യം നമ്മള് ചെയ്യണം. ഇംപെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവിടെ ആരും ഒന്നും ചെയ്യാനില്ല. എല്ലാ മനുഷ്യന്മാരും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ആരും തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവി ഇല്ല ഇവിടെ. നമ്മളെല്ലാവരും ഇംപെർഫെക്ഷൻ ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയേ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ മരണം വരെ ചിന്തിച്ചിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. സോ ഡു ഇറ്റ്. ചെയ്താണ് നമ്മൾ പോളിഷ്ഡ് ആവുന്നത്. ചെയ്താണ് നമ്മൾ മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി മാറുന്നത്, ഒരു പ്രൊഫഷണലായി മാറുന്നത്. പ്രൊഫഷണൽ ആയിട്ട് ഞാൻ അത് ചെയ്യാമെന്ന് തീരുമാനിച്ച നടക്കണ കാര്യമില്ല. ചെയ്ത് തന്നെയാണ് നമ്മൾ അവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യണം. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യും. പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത സമയം കളയില്ല. ചെയ്യും എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഐ വിൽ സ്റ്റാർട്ട്, IWS എന്ന് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്തേക്കുക. 5, സെറ്റ് ക്ലിയർ ഗോൾസ്. പലരുടെയും പ്രശ്നം എന്താണ്? അവരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ കുഴപ്പം എന്താണ്? അതിന് വ്യക്തതയില്ല. അത് അവ്യക്തമാണ്. സുഹൃത്തെ, താങ്കൾക്കുള്ളത് അവ്യക്തമായ ഒരു സ്വപ്നമാണെങ്കിൽ താങ്കൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൺഫ്യൂഷൻ മാത്രമാണ്. വലിയൊരു സ്വപ്നമുണ്ട്, പക്ഷേ ആ സ്വപ്നത്തിനെ കുറിച്ച് യാതൊരു രീതിയിലും എന്ത് ചെയ്യണം എന്നുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. യു കനോട്ട് ഡു എനിത്തിങ്. ആക്ഷൻ എടുക്കാൻ പറ്റില്ല. സോ കൃത്യമായി ആ സ്വപ്നത്തെ ഒരു ലക്ഷ്യമാക്കി മാറ്റണം. ഈ ലോകത്തില് 97% ആളുകൾ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഗോൾ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഗോള് വ്യക്തമല്ല, ക്ലിയർ അല്ലാത്തൊരു കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയണേ? അവിടെ കൺഫ്യൂഷനിൽ ഉണ്ടാവണത്. ഇനി നിങ്ങൾക്കത് ചെയ്യാൻ അറിയില്ലെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യുകയും ആ സെറ്റ് ചെയ്ത ഗോളുകൾ അച്ചീവ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്, അതിന് കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. തുടക്കത്തിൽ പലതവണ പല സ്വപ്നം കാണുകയും ഒന്നും നടക്കാതിരിക്കുകയും ചെയ്ത് അതിനുശേഷമാണ് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണമെന്ന് പഠിച്ചതും ആ രീതിയിൽ ഗോൾ സെറ്റ് ചെയ്തതും തുടർന്ന് ആക്ഷൻ പ്ലാൻ എടുത്തുകൊണ്ട് കൃത്യമായി അത് അച്ചീവ് ചെയ്തതും. അത്തരത്തിൽ നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. ഞാൻ സഹായിക്കാം. ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നും ഫ്രീ അല്ല. ഈ ലോകത്തിൽ ഒരു കാര്യവും ഫ്രീ അല്ല. യൂട്യൂബ് വീഡിയോ ഒരു പക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുമായിരിക്കാം. പക്ഷെ സീരിയസ് ആണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന കാര്യത്തിൽ ചീപ്പ് ആവാൻ നിൽക്കരുത്. അതിന് വേണ്ട പേയ്മെന്റ് ചെയ്ത് തന്നെ ചെയ്യാൻ തയ്യാറാണ്. ഞാനും അങ്ങനെ തന്നെ പഠിച്ചൊരു വ്യക്തിയാണ്. പല കാര്യങ്ങളും, പല കോഴ്സുകൾ പർച്ചേസ് ചെയ്തും പല ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തും പല പുസ്തകങ്ങൾ വായിച്ചും ഒക്കെ തന്നെയാണ് ഞാനും പഠിച്ചത്. അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താനായിട്ട് നമ്മൾ അതിന് ഡിസർവിങ് ആവണം. ഡിസർവിങ് ആവേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ആകാൻ തയ്യാറാണ്. സോ നിങ്ങളുടെ സ്വപ്നത്തെ കൃത്യമായ ഒരു ഗോളാക്കി മാറ്റുള്ള ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ കൃത്യമായ ഒരു സിസ്റ്റം, അതല്ലെങ്കിൽ 1 2 3 4 എന്താ ചെയ്യേണ്ടത് അതിന്റെ വ്യക്തത, ഇത് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇഫ് യു ആർ സീരിയസ്, റിയലി സീരിയസ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് തരാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് എന്ന വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അത് പർച്ചേസ് ചെയ്ത് 5 ദിവസം കൃത്യമായ രീതിയിലുള്ള ചലഞ്ചുകൾ ചെയ്യണം. 5 ദിവസം കൃത്യമായ ആ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെ ക്ലാരിറ്റിയുള്ള മാഗ്നറ്റിക് ആയ ഒരു ഗോളാക്കി മാറ്റാൻ കഴിയുന്നതാണ്. സോ ഡു ദാറ്റ്. സെറ്റ് ക്ലിയർ മാഗ്നറ്റിക് ഗോൾ. ആൻഡ് നമ്പർ 6, റീബിൽഡ് കോൺഫിഡൻസ്. ഈ ഓവർ തിങ്ക് ചെയ്ത സമയത്ത് അതിന് മുന്നേ പല കാര്യങ്ങളും നമ്മൾ നേടിയെടുത്തവരായിരിക്കും, പല കാര്യങ്ങൾ ചെയ്തവരായിരിക്കും. പക്ഷെ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണോണ്ട് തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കംപ്ലീറ്റ് പോയി കാണും. ഇപ്പൊ ഓർത്തെടുക്കുക, പണ്ട് നിങ്ങൾ ചെയ്ത അച്ചീവ്മെന്റ്സ് എന്താണ്, പണ്ട് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താണ്, നിങ്ങൾക്കുണ്ടായിരുന്ന ക്വാളിറ്റീസ് എന്താണ്, നിങ്ങളുടെ രീതികൾ എന്തായിരുന്നു, നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തായിരുന്നു, നിങ്ങൾ ആളുകളോട് ഇടപെട്ടിരുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം അനലൈസ് ചെയ്യാം. ഇതെല്ലാം അനലൈസ് ചെയ്ത് നമുക്ക് ഇടയ്ക്കുണ്ടായ ഒരു പാരാലിസിസ് ഉണ്ടല്ലോ, ഏതാണ്? ഒരു ഷോക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കൃത്യമായ പ്ലാനും ഇല്ലാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ടൊക്കെ ഉണ്ടായ ഒരു പാരാലിസിസ് ഉണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനെ കവർ ചെയ്യാനായി മുൻപ് എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തതെന്നത് എഴുതി വെച്ച് അത് വായിച്ചു നോക്കി സ്വയം കോൺഫിഡന്റ് ആയി മാറാൻ തയ്യാറാവുക. അതിനുള്ള അഫർമേഷനുകളും അതുപോലെ തന്നെ അതിനുവേണ്ട മെഡിറ്റേഷനും ഒക്കെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കൃത്യമായി ഇത് ചെയ്യാൻ തയ്യാറായാൽ ലൈഫിൽ ഓവർ തിങ്കിങ് എന്ന ആ ഒരു സാധനത്തിന് അവസാനം വരുത്തിക്കൊണ്ട് ആക്ഷൻ എടുത്ത് മുൻപോട്ട് പോകാൻ കഴിയും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഓവർ തിങ്കിങ് കണ്ടുപിടിക്കുക. നമ്പർ 2, അനാലിസിസിൽ നിന്നും ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. 3, 5 സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. 4,
പെർഫെക്ഷന് വേണ്ടി നിൽക്കാതെ ചെയ്യാൻ പറ്റണ പോലെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അതിന് മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡു ദാറ്റ്. 6, നിങ്ങളുടെ പഴയ കോൺഫിഡൻസിനെ റീബിൽഡ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓവർ തിങ്കിങ് പാരാലിസിസ് അവസാനിപ്പിച്ച് കൃത്യമായി ചിന്തിച്ച് നിങ്ങളുടെ സക്സസിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ ഓവർ തിങ്ക് ചെയ്ത് ദിവസങ്ങൾ വെറുതെ കളയുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. NK signing off.